അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമിദേവന്മാരും ഭൂമിപാലന്മാരും ഭൂമിസ്പൃശോ വൃഷലാദി ജനങ്ങളും താപസവർഗവും കന്യകാവൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുടത്തഴ ചാമരം താലവൃന്ദം കുടിത്തോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജി രഥങ്ങൾ പദാദിയും വാരനാരീജനം പൗരജനങ്ങളും ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം ഹേമകുംഭങ്ങളും ശാർദൂല ചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശും സംഭരിച്ചിടിനാൻ. സ്ത്രീ ബാലവൃദ്ധാവധി പുരവാസികൾ ആ ബദ്ധ കൗതൂഹലാബ്ധി നിമഗ്നരായി രാത്രിയിൽ നിദ്രയും കൈവിട്ടു മനസ്സേ ചീർത്ത പരമാനന്ദത്തോടുമേവിനാൻ. നമ്മുടെ ജീവനാം രാജഗ്രാമകുമാരനെ, നമ്മുടെ ജീവനാം രാമകുമാരനെ നിർമ്മലരത്ന കിരീടമണിഞ്ഞ് അതിരമ്യ മകരായുധ മണികുണ്ടല സമ്മുഗ്ധ ശോഭിത ഗണ്ഡസ്ഥലങ്ങളും പുണ്ടരീഗച്ഛദലോചന ഭംഗിയും പുണ്ടരീകാരാദി മണ്ഡലതുണ്ടവും ചന്ദ്രികാ സുന്ദരമന്ദസ്മിതാഭയം ചന്ദ്രികാ സുന്ദരമന്ദസ്മിതാഭയം കുന്ദമുകുള സമാനദന്തങ്ങളും ബന്ധൂകസൂന സമാനാഗ്രാഭയും കന്ദര രാജിത കൗസ്തുഭരത്നവും ബന്ധുരാഭം തിരുമാറുമുദരവും സന്ധ്യാഭ്രസന്നിഭ പീതാംബരാഭയും പൂഞ്ചേലമീതേ വിളങ്ങി മിന്നിടുന്ന കാഞ്ചന കാഞ്ചികളും തനുമധ്യവും കുംഭികുലോത്തമൻ തുമ്പിക്കരം കണ്ടു കുമ്പിട്ടു കൂപ്പിടുമൂരു കാണ്ഡങ്ങളും കുംഭീന്ദ്ര മസ്തക സന്നിഭജാനുവും അംബോജബാണ നിഷംഗാഭജങ്കയും കമ്പം കലർന്നു കമടപ്രവരനും കുമ്പിടുന്നോരു പുറവടി ശോഭയും അംഭോജതുല്യമാതലങ്ങളും ജംഭാടിരത്നം തൊഴും തിരുമേനിയും ഹാരകടകവലയാങ്കുലീയാദി ചാരുതരാഭരണാവലിയും പൂണ്ടു ഹാരകടകവലയാങ്കുലീയാദി ചാരുതരാഭരണാവലിയും പൂണ്ടു വാരണവീരൻ കഴുത്തിൽ തിറത്തോടോ ഗൗരാദപത്രം ധരിച്ചരികേ നിജ ലക്ഷ്മണനാകിയ സോദരൻ തന്നോടും ലക്ഷ്മി നിവാസനാം രാമചന്ദ്രൻ മുത കാണായി വരുന്നു നമുക്കിനി എന്നിതം മാനസതാരിൽ കൊതിച്ച നമുക്കെല്ലാം ക്ഷോണീപതിസുതനാകിയ രാമനെ കാണായി വരും പ്രഭാതേ ബതനിർണയം. രാത്രിയാം രാക്ഷസി പോകുന്നതിൽ എന്നു ചേർത്ത വിഷാദമോടൗത്സുക്യമുൾക്കൊണ്ടു മാർത്താണ്ഡദേവനെ കാണാഞ്ഞു നോക്കിയും പാർത്താനന്ദ പൂർണ്ണാമൃതാബ്ദിയിൽ വീണു മുഴുകിയും പിന്നെയും പൊങ്ങിയും വാണിടിനാർ പുരവാസികൾ.
ആദരാൽ. അന്നേരമാദിത്യനുമുദിച്ചിടിനാൻ മന്നവൻ പള്ളിക്കുറുപ്പുണർന്നീലിന്നും എന്തൊരു മൂലമതിനെന്നു മനസ്സെ ചിന്തിച്ചു മന്ദമന്ദം തഥാ മന്ത്രിപ്രവരനാകുന്ന സുമന്ത്രരും അന്തഃപുരമകം പുകാനതിദ്രുതം. രാജീവമിത്രഗോത്രോത്ഭൂത ഭൂപതേ രാജരാജേന്ദ്ര പ്രവരാ ജയ ജയ. ഇത്തം നൃപനെ സ്തുതിച്ചു നമസ്കരിച്ചു ദാനവും ചെയ്തു വന്ദിച്ചു നിന്നപ്പോൾ എത്രയും ഖിന്നനായി കണ്ണുനീരും വാർത്തു പൃഥ്വിയിൽ തന്നെ കിടക്കും നരേന്ദ്രനെ ചിതാകുലതയാ കണ്ടു സുമന്ത്രരും സത്വരം കൈകേയി തന്നോട് ചോദിച്ചാൻ, ദേവനാരി സമേ രാജപ്രിയതമേ, ദേവനാരി സമേ രാജപ്രിയതമേ, ദേവി കൈകേയി ജയ ജയ സന്തതം. ഭൂലോകപാലൻ പ്രകൃതി പകരുവാൻ മൂലമെന്തോന്നു മഹാരാജ വല്ലഭേ ചൊല്ലുകെന്നോട് എന്നു കേട്ടു കൈകേയിയും ചൊല്ലിനാളാശു സുമന്ത്രരോടന്നേരം. ധാത്രീപതീന്ദ്രനു നിദ്രയുണ്ടായില്ല രാത്രിയിൽ എന്നതു കാരണമാകയാൽ സ്വസ്ഥനല്ലാതെ ചമഞ്ഞിതു തന്നെ ചിത്തത്തിനസ്വതന്ത്രത്വം ഭവിക്കയാൽ രാമരാമേതി രാമേതി ജപിക്കയും രാമനെ തന്നെ മനസ്സിൽ ചിന്തിക്കയും ഉദ്യൽ പ്രജാകര സേവയും ചെയ്യുകയാൽ അത്യന്തമാകുലനായതു മന്നവൻ. രാമനെ കാണാനു ദുഃഖം നൃപേന്ദ്രനു രാമനെ ചെന്നു വരുത്തുക വൈകാതെ എന്നതു കേട്ടു സുമന്ത്രരും ചൊല്ലിനാൻ, ചെന്നു കുമാരനെ കൊണ്ടുവരാമല്ലോ. രാജവചനമനാകന്നെ ഞാനിക രാജീവലോചനേ പോകുന്നതെങ്ങനെ എന്നതു കേട്ടു ഭൂപാലനും ചൊല്ലിനാൻ, ചെന്നു നീ തന്നെ വരുത്തുക രാമനെ. സുന്ദരനായൊരു രാമകുമാരനാം നന്ദനൻ തന്മുഖം വൈകാതെ കാണണം എന്നതു കേട്ടു സുമന്ത്രരുഴറിപ്പോയി ചെന്നു കൗസല്യാസുതനോടു ചൊല്ലിനാൻ, താതൻ ഭവാനയുണ്ടല്ലോ വിളിക്കുന്നു സാദരം വൈകാതെ എഴുന്നള്ളുക വേണം. മന്ത്രിപ്രവരവാക്യം കേട്ടു രാഘവൻ മന്ദേതരം അവൻ തന്നോടു കൂടവേ സൗമിത്രിയോടും കരേറി രഥോപരി പ്രേമവിവശനാം താതൻ മരുവീടും മന്ദിരേ ചെന്നു പിതാവിൻ പരപദദ്വയം വന്ദിച്ചു വീണു നമസ്കരിച്ചിടിനാൻ. രാമനെ ചെന്നെടുത്ത് ആലിംഗനം ചെയ്യുവാൻ ഭൂമിവനാശു സമുത്തായ സംഭ്രമാൽ ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു വീണിതു ഭൂമിയിൽ. ബാഹുക്കൾ നീട്ടിയ നേരത്തു ദുഃഖേന മോഹിച്ചു ഭൂമിയിൽ വീണിതു ഭൂപനും. രാമരാമേതി പറഞ്ഞു മോഹിച്ചൊരു ഭൂമിപനെ കണ്ടു വേഗേന രാഘവൻ താതനെ ചെന്നെടുത്താശ്ലേഷവും ചെയ്തു സാദരം തന്റെ മടിയിൽ കിടത്തിനാൻ. നാരീജനങ്ങൾ അതു കണ്ട് അനന്തരം ആരൂഢശോകം വിലാപം തുടങ്ങിനാൻ. രോദനം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും ഖേദേന മന്ദിരം പൊക്കിതു സത്വരം. ശ്രീരാമദേവനും ചോദിച്ചിതന്നേരം, കാരണമെന്തോന്നു താത ദുഃഖത്തിനു നേരെ പറവിനറിഞ്ഞവർ എന്നതു നേരം പറഞ്ഞിതു കേകയ പുത്രിയും. കാരണം താത ദുഃഖത്തിനു നേ തന്നെ പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നാം, പാരിൽ സുഖം ദുഃഖമൂലമല്ലോ നൃണാം. ചേതസിനി നിരൂപിക്കലെഴുതിനിത്താതനു ദുഃഖ നിവൃത്തി വരുത്തുവാൻ ഭർത്തൃദുഃഖോപശാന്തിക്കു കിഞ്ചിൽ ത്വയാ കർത്തവ്യമായൊരു ധർമ്മമെന്നായി വരും. സത്യവാദി ശ്രേഷ്ഠനായ പിതാവിനെ സത്യപ്രതിജ്ഞനാക്കിയിടുക നീയതു ചിത്തഹിതം നൃപതീന്ദ്രൻ നിർണയം. പുത്രരിൽ ജ്യേഷ്ഠനാകുന്നതു നീയല്ലോ. രണ്ടുവരം മമ ദത്തമായിട്ടുണ്ടു പണ്ടു നിന്താതനാൽ സന്തുഷ്ട ചേതസാ നിന്നാലേ സാധ്യമായുള്ളോന്നതു രണ്ടും ഇന്നു തരേണമെന്നർത്ഥിക്കയും ചെയ്തേ.
നിന്നോട് അതു പറഞ്ഞിടുവാൻ നാണിച്ചു ഖിന്നനായി വന്നിതും താതനറിക നീ. സത്യപാശേന സംബദ്ധനാം താതനെ സത്വരം രക്ഷിപ്പതിനു യോഗ്യൻ ഭവാൻ. ഉന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ. ഉന്നാമമാകും നരകത്തിൽ നിന്നുടൻ തന്നെ താതനെ ത്രാണനം ചെയ്യുകയാൽ. പുത്രനെന്നുള്ള ശബ്ദം വിധിച്ചു ശതപത്ര സമുത്ഭവനെന്നതറിക നീ. മാതൃവചനശൂലാഭിഹതനായ മേദിനി പാലകുമാരനാം രാമനും എത്രയുമേറ്റം വ്യഥിതനായി ചൊല്ലിനാൻ. ഇത്രയെല്ലാം പറയണമോ മാതാവേ, ഇത്രയെല്ലാം പറയണമോ മാതാവേ. താതാർത്ഥമായിട്ടു ജീവനെ തന്നെയും മാതാവു തന്നെയും സീതയെ തന്നെയും ഞാൻ ഉപേക്ഷിപ്പതിനില്ല സംശയം. മാനസേ ഖേദമതിനിൽ എനിക്കേതും. രാജ്യമെന്നാകിലും താരം നിയോഗിക്ക് ത്യാജ്യമെന്നാലെന്നറിക നീ മാതാവേ. ലക്ഷ്മണൻ തന്നെ ത്യജിക്കുന്നു ചൊൽകിലും തൽക്ഷണം ഞാൻ ഉപേക്ഷിപ്പനറിക നീ. പാവകന്തങ്ങൾ പതിക്കേണം എങ്കിലുമേവം വിഷം കുടിക്കേണമെന്നാകിലും താരൻ നിയോഗിക്കിലേതുമേ സംശയം. ചേതസി ചെറ്റിൽ എനിക്കെന്നറിക നീ. താതകാര്യം അനാജ്ഞപ്തമെന്നാകിലും മോദേന ചെയ്യുന്ന നന്ദനനുത്തമൻ. പിത്രാനിയുക്തനായിട്ടു ചെയ്യുന്നവൻ മധ്യമനായുള്ള പുത്രൻ അറിഞ്ഞാലും ഉക്തമെന്നാകിലും ഇക്കാര്യമെന്നാലേ കർത്തവ്യമല്ലെന്നു വച്ചടങ്ങുന്നവൻ. പിത്രോർമലമെന്നു ചൊല്ലുന്നു സജ്ജനമിത്തമെല്ലാം പരിജ്ഞാതം മയാധുന. ആകയാൽ താതനിയോഗമനുഷ്ഠിപ്പാനാകുലമേതുമെനിക്കില്ല നിർണയം. സത്യം കരോമ്യഹം സത്യം കരോമ്യഹം സത്യം മയോക്തം മറിച്ചു രണ്ടായി വരാം. രാമപ്രതിജ്ഞ കേട്ടോരു കൈകേയും രാമനോടാശു ചൊല്ലിടിനാൾ. താതൻ നിനക്കഭിഷേകമാർത്തം താതൻ നിനക്കഭിഷേകാർത്ഥമായുടനാദരാൽ സംഭരിച്ചൊരു സംഭാരങ്ങൾ കൊണ്ട് അഭിഷേകം ഭരതനു ചെയ്യണം. രണ്ടാം വരം പിന്നെയൊന്നുണ്ടു വേണ്ടുന്നു നീ. 14 സംവത്സരം കാനനെ താപസവേഷേണ വാഴുകയും വേണം. നിന്നോട് അത് നിയോഗിപ്പാൻ മടിയുണ്ടു മന്നവനിന്നത് ദുഃഖമാകുന്നതും എന്നതു കേട്ടു ശ്രീരാമനും ചൊല്ലിനാൻ. ഇന്ന് അതിനെന്തൊരു വൈഷമ്യമായതു. ചെയ്യുക അഭിഷേകം ഭരതന് ചെയ്യുക അഭിഷേകം ഭരതനു ഞാനിനി വൈകാതെ പോവൻ വനത്തിനു മാതാവേ. എന്തതെന്നോടു ചൊല്ലാഞ്ഞു പിതാവതു ചിന്തിച്ചു ദുഃഖിപ്പതിനെന്തു കാരണം. രാജ്യത്തെ രക്ഷിപ്പതിന്നു മതിയവൻ രാജ്യമുപേക്ഷിപ്പതിന്നു ഞാനും മതി. ദണ്ഡമത്രേ രാജ്യഭാരം വഹിപ്പതു ദണ്ഡകമാസത്തിനേറ്റമെഴുതല്ലോ. സ്നേഹം എന്നെ കുറിച്ചേറും അമ്മയ്ക്കും അദ്ദേഹമാത്രം ഭരിക്കുന്നു വിധിക്കയാൽ. ആകാശഗംഗയെ പാതാള ലോകത്തു വേഗേന കൊണ്ടു ചെന്നാക്കി ഭഗീരഥൻ. തൃപ്തി വരുത്തി പിതൃക്കൾക്ക് പൂരുവും തൃപ്തനാക്കിയിടിനാൻ. താതനു തന്നുടെ യൗവനം നൽകി ജരാനരയും വാങ്ങി ദിവ്യന്മാരായാർ പിതൃപ്രസാദത്തിനാൽ. അല്പമായുള്ളൊരു കാര്യം നിരൂപിച്ചു മൽപിത ദുഃഖിപ്പതിനിൽ അവകാശം. രാഘവവാക്യമേവം കേട്ടു ഭൂപതി ശോകേന നന്ദനൻ തന്നോട് ചൊല്ലിനാൻ. സ്ത്രീജിതനായതി കാമുകനായൊരു രാജാധമനാകുമെന്നെയും വൈകാതെ പാശേന ബന്ധിച്ചു രാജ്യം ഗ്രഹിക്ക നീ. ദോഷം നിനക്കതിനേതുമകപ്പെടാ. അല്ലായെങ്കിൽ എന്നോട് സത്യദോഷം പറ്റുമല്ലോ കുമാര ഗുണാംബുദേ
രാഘവ. പ്രദീപതീന്ദ്രൻ ദശരഥനും പുനരിത്തം പറഞ്ഞു കരഞ്ഞു തുടങ്ങിനാൻ. ഹാ രാമ ഹാ ജഗന്നാഥ ഹാ രാമ ഹാ രാമ ഹാ മമ പ്രാണവല്ലഭ. നിന്നെ പിരിഞ്ഞു പൊറുക്കുന്നതെങ്ങനെ? എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ? നന്ദന എന്നെ പിരിഞ്ഞു നീ ഘോരമഹാവനം തന്നിൽ ഗമിക്കുന്നതെങ്ങനെ? നന്ദന എന്നിത്തരം പല ജാതി പറകയും കണ്ണുനീരോലോല വാർത്തു കരകയും നന്നായി മുറുകെ മുറുകെ തഴുകിയും പിന്നെ ചുടുചുടെ ദീർഘമായി വീർക്കയും ഖിന്നനായൊരു പിതാവിനെ കണ്ടുടൻ തന്നുടെ കയ്യാൽ കുളിർത്ത ജലം കൊണ്ടു കണ്ണും മുഖവും തുടച്ചു രഘൂത്തമൻ ആശ്ലേഷ നീതി വാഗ്വൈഭവാദ്യങ്ങളാൽ ആശ്വസിപ്പിച്ചാൻ നയകോവിദൻ തഥാ. എന്തിനെൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നു? എന്തിനെൻ താതൻ വൃഥൈവ ദുഃഖിക്കുന്നത്? എന്തൊരു ദണ്ഡമിതിന്നു മഹീപതേ. സത്യത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഞങ്ങൾക്കു ശക്തി പോരായികയുമില്ലിതു രണ്ടിനും. സോദരൻ നാടു ഭരിച്ചിരുന്നിടുക സാദരം ഞാൻ അരണ്യത്തിലും വാഴുവൻ. ഓർക്കിലി രാജ്യഭാരം വഹിക്കുന്നതിൽ സൗഖ്യമേറും വനത്തിങ്കൽ വാണിടുവാൻ ഏതുമേ ദണ്ഡമില്ലാതെ കർമ്മം മമ മാതാവെനിക്ക് വിധിച്ചതു നന്നല്ലോ. മാതാവ് കൗസല്യ തന്നെയും വന്ദിച്ചു മൈഥിലിയോടും പറഞ്ഞിനി വൈകാതെ പോവതിനായി വരുന്നേൻ എന്നരുൾ ചെയ്തു ദേവനും മാതൃഗേഹം പൊക്കതു നേരം. ധാർമ്മികയാകിയ മാതാ സുസമ്മത ബ്രാഹ്മണരെ കൊണ്ടു ഹോമപൂജാദികൾ പുത്രാഭ്യുദയത്തിനായി കൊണ്ടു ചെയ്യിച്ചു. വിത്തമതീവദാനങ്ങൾ ചെയ്ത് ആദരാൽ ഭക്തി കൈക്കൊണ്ടു ഭഗവൽ പദാംബുജം ചിത്തത്തിൽ നന്നായി ഉറപ്പിച്ചിളകാതെ നന്നായി സമാധി ഉറച്ചിരിക്കും നേരം ചെന്നൊരു പുത്രനെയും കണ്ടതില്ലല്ലോ. അന്തികേ ചെന്നു കൗസല്യയോട് അന്നേരം സന്തോഷമോടു സുമിത്ര ചൊല്ലിടിനാൾ. രാമനുപഗതനായതു കണ്ടില്ലേ ഭൂമിപാലപ്രിയേ നോക്കിയിടുക എന്നപ്പോൾ വന്ദിച്ചു നിൽക്കുന്ന രാമകുമാരനെ മന്ദേതരം മുറുകെ പുണർന്നിടിനാൾ. പിന്നെ മടിയിലിരുത്തി മടിയിലിരുത്തി നെറുകയിൽ നന്നായി മുകർന്നു കുതൂഹലാൽ ഇന്ദീവരതള ശ്യാമകളേവരം മന്ദമന്ദം തലോടി പറഞ്ഞിടിനാൾ. എന്തൻ മകനേ മുഖാംബുജം വാടുവാൻ, എന്തൻ മകനെ മുഖാംബുജം വാടുവാൻ ബന്ധമുണ്ടായതു പരം വിശക്കയോ വന്നിരുന്നീടൂ ഭുജിപ്പതിനാശു നീ എന്ന് മാതാവ് പറഞ്ഞോരനന്തരം വന്ന ശോകത്തെ അടക്കി രഘുവരൻ തന്നുടെ മാതാവിനോടരുളി ചെയ്തു. ഇപ്പോൾ ഭുജിപ്പാൻ അവസരമില്ലമ്മേ, ഭുജിപ്പാൻ അവസരമില്ലമ്മേ. ക്ഷിപ്രം അരണ്യവാസത്തിനു പോകണം. മുൽപ്പാടു കേകയ പുത്രിയാം അമ്മയ്ക്കു മൽപിതാ രണ്ടു വരം കൊടുത്തിടിനാൻ. ഒന്നു ഭരതനെ വാഴിക്കയെന്നതും എന്നെ വനത്തിനയക്കുന്നു മറ്റേതും. തത്ര 14 സംവത്സരം വസിച്ചത്ര വന്നിടുവൻ. പിന്നെ ഞാൻ വൈകാതെ സന്താപമേതും മനസ്സിലുണ്ടാകാതെ സന്തുഷ്ടയായി വസിച്ചിടുക മാതാവും. ശ്രീരാമവാക്യമേവം കേട്ടു
കൗസല്യ പാരിൽ മോഹിച്ചു വീണിടിനാളാകുലാൽ. പിന്നെ മോഹം തീർന്നിരുന്നു ദുഃഖാർണവം തന്നിൽ മുഴുകി കരഞ്ഞു കരഞ്ഞുടൻ തന്നുടെ നന്ദനൻ തന്നോട് ചൊല്ലിനാൾ, ഇന്നു നീ കാനനത്തിനു പോയിടുകിൽ എന്നെയും കൊണ്ടുപോകണം മടിയാതെ. നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർദ്ധം പൊറുക്കുമോ, നിന്നെ പിരിഞ്ഞാൽ ക്ഷണാർദ്ധം പൊറുക്കുമോ, ദണ്ഡകാരണ്യത്തിനാശു നീ പോകിൽ ഞാൻ ദണ്ഡധരാലയത്തിനു പോയിടുവൻ. പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ളാധി, പൈതലെ വേർവിട്ടുപോയ പശുവിനുള്ളാധി പറഞ്ഞറിയിച്ചിടരുതല്ലോ. നാടുവാഴേണം ഭരതനെന്നാകിൽ നീ കാടുവാഴേണമെന്നുണ്ടോ വിധിമതം. എന്തു പിഴച്ചതു കൈകേയിയോടു നീ ചിന്തിക്ക ഭൂപനോടും കുമാര ബലാൽ. താതനും ഞാനുമൊക്കും ഗുരുത്വം കൊണ്ടു ഭേദം നിനക്കു ചുറ്റില്ലെന്നു നിർണയം. പോകണമെന്നു താതൻ നിയോഗിക്കിൽ ഞാൻ പോകരുതെന്നു ചെറുക്കുന്നതുണ്ടല്ലോ. എന്നുടെ വാക്യത്തെ ലംഘിച്ചു ഭൂപതി തന്നുടെ വാചാഗമിക്കുന്നതാകിലോ. ഞാനുമെൻ പ്രാണങ്ങളെ ത്യജിച്ചിടുവൻ, മാനവവംശവും പിന്നെ മുടിഞ്ഞു പോവും.